അടുത്ത 50 വർഷത്തെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ 438 കോടി രൂപ ചെലവിട്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി കംപ്ലീറ്റ് മേക്ക് ഓവറിന് ഒരുങ്ങുകയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. മുഖം മിനുക്കലിന്റെ വലിയ പാതയിലാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അടുത്ത 2 വർഷത്തിനുള്ളിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ആധുനിക റെയിൽവേ ഹബ്ബായി ഈ റെയിൽവേ സ്റ്റേഷൻ മാറാനുള്ള ഒരുക്കത്തിലാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ പ്രധാന റെയിൽവേ കവാടമായി നിലകൊള്ളുന്ന തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങളെ തുടർന്ന് വിമാനത്താവള മാതൃകയിലുള്ള ആധുനിക ട്രാൻസിറ്റ് ഹബ്ബായി മാറും. 438 കോടി രൂപ ചെലവിൽ നടക്കുന്ന നവീകരണ പദ്ധതിയിലൂടെ ഈ സ്റ്റേഷന്റെ മുഖച്ഛായ മാത്രമല്ല, യാത്രക്കാരുടെ അനുഭവങ്ങളും പൂർണ്ണമായി മാറിമറിയും. പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിലൂടെ വിശാല കോൺകോഴ്സുകൾ, 10 നിലകളുള്ള ഇരട്ട ടവറുകൾ, മൾട്ടി ലെവൽ പാർക്കിംഗ്, ഫുഡ് കോർട്ടുകൾ, ഷോപ്പിംഗ് ഏരിയകൾ, എക്സലേറ്ററുകളും ലിഫ്റ്റുകളും ഉൾപ്പെടുന്ന രാജ്യാന്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഉയരുന്നത്. നിലവിലെ തിരക്കേറിയ ഫുഡ് ഓവർ ബ്രിഡ്ജുകൾക്ക് പകരം വിമാനത്താവളങ്ങളുടേതിന് സമാനമായ യാത്രാ സൗകര്യങ്ങൾ കൊണ്ടുവരാനാണ് ഈ പദ്ധതിയിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 508 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നവീകരണ പദ്ധതിയുടെ ഭാഗമായാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം സെൻട്രലിനെ കൂടാതെ കൊല്ലം, വർക്കല, ചെങ്ങന്നൂർ, എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ടൗൺ, തൃശൂർ, കോഴിക്കോട് സ്റ്റേഷനുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തലസ്ഥാന നഗരിയിലെ സ്റ്റേഷനിലെ ഈ പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ നവീകരണ പദ്ധതികളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. പൈതൃക ഭംഗി നിലനിർത്തിക്കൊണ്ടായിരിക്കും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷന്റെ വികസനം. നിലവിലെ ഹെറിറ്റേജ് കെട്ടിടം പൊളിക്കില്ല. അതിന്റെ ഇരുവശങ്ങളിലായി 10 നിലകളുള്ള 2 പുതിയ ബ്ലോക്കുകളാണ് ഉയരുക. നാഗർകോവിൽ ഭാഗത്തുള്ള നോർത്ത് ബ്ലോക്ക് 2ന്റെ നിർമ്മാണം 3ാം നില വരെ എത്തിയിട്ടുണ്ട്. കൊല്ലം ഭാഗത്തെ നോർത്ത് ബ്ലോക്ക് 1ന്റെ പൈലിംഗ് പുരോഗമിക്കുകയാണ്. പവർ ഹൌസ് റോഡ് പ്രവേശന ഭാഗത്ത് 9 നിലകളുള്ള സൗത്ത് ബ്ലോക്കും 4 നിലകളുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രവും നിർമ്മിക്കും. ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാന ഭാഗമാണ് കോൺകോഴ്സ് സംവിധാനം. ട്രാക്കുകൾക്കും പ്ലാറ്റ്ഫോമുകൾക്കും മുകളിലൂടെ 3 വിശാല കോൺകോഴ്സുകളാണ് നിർമ്മിക്കുക. ഇതിൽ മധ്യഭാഗത്തുള്ള 36 മീറ്റർ വീതിയുള്ള ഡിപ്പാർച്ചർ കോൺകോഴ്സ് യാത്ര തിരിക്കുന്നവർക്കായി ഉള്ളതായിരിക്കും. വിശ്രമ മേഖലകൾ, ഫുഡ് കോർട്ടുകൾ, ഷോപ്പിംഗ് ഏരിയകൾ എന്നിവ ഇവിടെ സജ്ജമാക്കും. ട്രെയിൻ എത്തുമ്പോൾ യാത്രക്കാർക്ക് ഇവിടെ നിന്ന് ലിഫ്റ്റ് അല്ലെങ്കിൽ എക്സലേറ്റർ, അതുമല്ലെങ്കിൽ സ്റ്റെയർകേഴ്സ് വഴി നേരിട്ട് പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇറങ്ങാനാകും. ഇതുകൂടാതെ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്കായി 2 അറ്റങ്ങളിലും പ്രത്യേക അറൈവൽ കോൺകോഴ്സുകളും ഒരുക്കും. നാഗർകോവിൽ ഭാഗത്തെ കോൺകോഴ്സിന് 30 മീറ്റർ വീതിയും കൊല്ലം ഭാഗത്തേതിന് 12 മീറ്റർ വീതിയും ഉണ്ടാകും. നിലവിലെ 5 മീറ്റർ വീതിയുള്ള ഫുഡ് ഓവർ ബ്രിഡ്ജുകളെ അപേക്ഷിച്ച് ഇത് വലിയ മാറ്റമാണ്. നവീകരണം പൂർത്തിയാകുമ്പോൾ സ്റ്റേഷനിൽ 46 ലിഫ്റ്റുകളും 17 എക്സലേറ്ററുകളും ഉണ്ടാകും. 1ാം പ്ലാറ്റ്ഫോമിലേക്ക് മാത്രമാകും താഴത്തെ നിലയിൽ നിന്ന് നേരിട്ടുള്ള പ്രവേശനം. മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് 3ാം നിലയിലെ കോൺകോഴ്സുകൾ വഴിയാണ് എത്തേണ്ടത്. താഴത്തെ നിലകളിൽ ടിക്കറ്റ് കൗണ്ടറുകളും യാത്രക്കാരുടെ സൗകര്യങ്ങളും റെയിൽവേ ഓഫീസുകളും പ്രവർത്തിക്കും. മുകളിലെ നിലകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് വിട്ടു നൽകും. ഹോട്ടലുകൾ, മൾട്ടിപ്ലക്സുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, AC വെയിറ്റിംഗ് ലോഞ്ചുകൾ എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെടും. സ്റ്റേഷന് മുന്നിൽ വലിയ സർക്കുലേറ്റിംഗ് ഏരിയയും വാഹനങ്ങൾക്ക് പ്രത്യേക ലൈനുകളും സജ്ജമാക്കും. KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധിപ്പിക്കുന്ന സ്കൈവോക്ക് പദ്ധതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. അതുകൂടി ലഭ്യമായാൽ തമ്പാനൂരിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ സഹായകരമായി തീരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതിയുടെ രൂപരേഖയിൽ ചില പരിമിതികളും ഉണ്ട്. 2 മുതൽ 5 വരെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കോൺകോഴ്സിലേക്ക് കയറാൻ ഓരോ അറ്റത്തും ഓരോ എക്സലേറ്റർ മാത്രമാണുള്ളത്. തിരക്കേറിയ സമയങ്ങളിൽ ഇത് മതിയാകില്ലെന്ന ആശങ്കയുമുണ്ട്. പ്ലാറ്റ്ഫോമുകളുടെ വീതി കുറവായതിനാൽ കൂടുതൽ എക്സലേറ്ററുകൾ ഉൾപ്പെടുത്താനാവുകയില്ല എന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം. ഈ പദ്ധതിയെ സംബന്ധിച്ച് മറ്റൊരു വസ്തുത, അറ്റകുറ്റപ്പണി സംവിധാനങ്ങൾ പൂർണ്ണമായി മാറ്റാതെ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനോ വീതി കൂട്ടാനോ
കഴിയില്ല എന്നതാണ്. അതും വലിയ വെല്ലുവിളിയാണ്. ആദ്യ രൂപരേഖയിലുണ്ടായിരുന്ന മുൻവശ മൾട്ടി ലെവൽ പാർക്കിംഗ് പിന്നീട് ഒഴിവാക്കിയതും യാത്രക്കാരുടെ ഇടയിൽ ആശങ്ക പരത്തുന്നു. മുൻപ് നിശ്ചയിച്ച പ്രകാരം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതി 2008 പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ വിവിധ അനുമതികൾ ലഭിക്കുന്നതിലെ താമസം, രൂപരേഖകൾ അംഗീകരിക്കുന്നതിലെ വൈകിപ്പ്, പഴയ കെട്ടിടങ്ങൾ പൊളിക്കൽ, കേബിളുകൾ മാറ്റൽ തുടങ്ങിയ നടപടികളിലെ മന്ദഗതി എന്നിവ കാരണം നിർമ്മാണം വൈകാൻ സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് കോൺകോഴ്സ് നിർമ്മാണ ഘട്ടത്തിൽ പ്ലാറ്റ്ഫോമുകളിൽ ബാരിക്കേഡുകളും മേൽക്കൂര നീക്കലുകളും ഉണ്ടാകുന്നതിനാൽ യാത്രക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഇതിനിടെ യാത്രക്കാരുടെ ദുരിതം കുറയ്ക്കാൻ കൂടുതൽ ട്രെയിനുകൾക്ക് കൊച്ചുവേളി, പേട്ട, കഴക്കൂട്ടം സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഇത്തരത്തിലുള്ള യാത്രക്കാരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെട്ട് നവീകരണം പൂർത്തിയായാൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തലസ്ഥാന നഗരത്തിന്റെ പുതിയ ഗതാഗത വാണിജ്യ കേന്ദ്രമായി പരിണമിക്കും. ഈ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് മാറ്റപ്പെടുന്ന ആ ദിനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് യാത്രക്കാരും നഗരവാസികളും. വാർത്തയുടെ നിറം തേടി തനിനിറം.